NSSുമായി CPMന് ഒരു പ്രശ്നവുമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. NSSുമായി CPM തിരഞ്ഞെടുപ്പ് കാലത്ത് ശത്രുത പുലർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കോടിയേരി ഇക്കാര്യം വ്യക്തമാക്കിയത്. NSSുമായി ഒരു പ്രശ്നവുമില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് NSS അത്തരമൊരു നിലപാട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. NSSന്റെ അണികൾക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ അവകാശം അവരുടെ നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും കോടിയേരി പറയുന്നു. NSS ഇപ്പോൾ എടുത്തിരിക്കുന്ന പരസ്യമായ നിലപാട് സ്വാഗതാർഹമാണ്. സമദൂര സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ NSSന് നേരത്തെ തന്നെ ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥിതി മാത്രമേ NSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസോ BJPയോ സുപ്രീം കോടതിയിൽ കേസ് നടത്തി വന്ന 12 വർഷത്തിൽ ഒരിക്കൽ പോലും ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നില്ല. എന്നാൽ ആ സമയത്തെല്ലാം NSS കേസ് നടത്തുകയും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് എതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അവരുടെ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് സ്വീകരിച്ച സമീപനത്തിൽ ഒരു വ്യത്യാസമുണ്ടായിട്ടില്ല. ആദ്യമായാലും ഇപ്പോഴായാലും അവർ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. CPMന് അതുകൊണ്ട് അവരോട് ശത്രുതയില്ല. ഒരു നിലപാട് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്നത് തെറ്റല്ല. അവരാ നിലപാടിൽ നിൽക്കട്ടെ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ അവർ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ട്. റിവ്യൂ ഹർജി എന്താണെന്ന് തീരുമാനിക്കുന്നത് അതുപോലെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. CPMന് NSSനോട് ഒരു ശത്രുതയുമില്ലെന്നും കോടിയേരി പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അമിത്ഷായുടെ വയനാട് പരാമർശത്തിനെതിരെ കോടിയേരി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. എല്ലാം വർഗീയമായി കാണുന്നത് RSSന്റെ രീതിയാണെന്ന് പറഞ്ഞ കോടിയേരി ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നും കുറ്റപ്പെടുത്തി. വയനാട്ടിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ റാലി കണ്ടാൽ അത് നടക്കുന്നത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് തിരിച്ചറിയാനാകില്ലെന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം. അമിത്ഷായുടേത് വിഷം തുപ്പുന്ന വർഗീയ പരാമർശമാണെന്ന് പറഞ്ഞ കോടിയേരി ഇതിനെതിരെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചില്ല എന്നും ആരോപിച്ചു. RSSന്റെ പ്രചരണം തടയാൻ UDFന് ആകുന്നില്ലെന്ന് പറഞ്ഞ കോടിയേരി പാകിസ്ഥാന്റെ പതാകയല്ല വയനാട്ടിൽ ഉപയോഗിച്ചതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പോലും പ്രതികരിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി. ദേശീയ അധ്യക്ഷനെ വയനാട്ടിൽ മത്സരിപ്പിക്കുമ്പോൾ RSS വർഗീയ പ്രചരണം നടത്തുമെന്ന് കോൺഗ്രസ് ശ്രദ്ധിക്കണമായിരുന്നുവെന്നും കോടിയേരി പാലക്കാട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.